ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂസൊക്കെ കാണാം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ വേണ്ട, INC അഫിലിയേഷൻ വേണ്ട, നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാൻ എന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അഫിലിയേഷൻ വേണോ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ വേണോ, ഇനി INC ഇമ്പോർട്ടൻ്റ് ആണോ, ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോണയ്ക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഡ്മിഷൻ്റെ അസിസ്റ്റൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് INCയുടെ പേരിൽ. അതായത് കർണാടകയിൽ പഠിച്ച INC അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൽ പഠിച്ചവർക്ക് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുക്കാണ്ടിരുന്നു എന്നുള്ള പേരിൽ കുറേ വിഷയങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ വന്ന കാര്യമാണ്, അന്യ സംസ്ഥാനത്ത് INC ഇല്ലാണ്ട് പഠിച്ച കോളേജിലെ സ്റ്റുഡൻസിന് INC രജിസ്ട്രേഷൻ കൊടുക്കണം എന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു. ന്യൂസ് വന്ന സമയത്ത് ഒരുപാട് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസും ഓൾറെഡി നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ കോളേജിന് അഫിലിയേഷൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും എന്നൊരു കാര്യമാണ്. മേ ബി കിട്ടുമായിരിക്കാം, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം. അത് ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനു മുമ്പും ഓരോ പ്രശ്നങ്ങൾ നടന്നിരുന്നു അഫിലിയേഷൻ്റെ കാര്യങ്ങളും. പക്ഷേ സ്റ്റിൽ അങ്ങനെ റൂൾ വന്നിട്ടും അഫിലിയേഷൻ കിട്ടാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അഫിലിയേഷൻ ഉള്ളൊരു കോളേജ്, ഇപ്പോൾ അഫിലിയേഷൻ ഇല്ലെങ്കിലും എടുക്കുമെന്നുണ്ടെങ്കിൽ, അഫിലിയേഷൻ ഉള്ള കോളേജിൽ പഠിച്ചാലും അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൽ പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഒരു കോളേജിൻ്റെ അഫിലിയേഷൻ പോകുന്നത്? വേണ്ട ഫെസിലിറ്റീസ് ഇല്ല, ലബോറട്ടറി ഇല്ല, ലാബില്ല, അങ്ങനത്തെ പല കാര്യങ്ങളും ഇല്ലാത്തൊരു കോളേജിൻ്റെയാണ് അഫിലിയേഷൻ പോകുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഫെസിലിറ്റീസ്, നല്ല എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഇതൊന്നും കിട്ടാത്ത കോളേജിൻ്റെ അഫിലിയേഷൻ പോകുന്നത്. അപ്പോൾ അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൽ പഠിക്കണോ, അഫിലിയേഷൻ ഉള്ള കോളേജിൽ പഠിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ് അഫിലിയേഷൻ ഉള്ള കോളേജിൻ്റെ അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൻ്റെ ബെനിഫിറ്റ്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എങ്ങനെയുള്ള കോളേജസ് കാര്യങ്ങളൊക്കെ വേണം. മൈ ഒപ്പീനിയൻ, അഫിലിയേഷൻ ഉള്ള കോളേജ് തന്നെ ചൂസ് ചെയ്യുക. നഴ്സിംഗ് കൗൺസിൽ എപ്പോഴും ലിസ്റ്റ് പുറത്ത് വിടും, അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കോളേജ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റ്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു വിദ്യാഭ്യാസം തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു രീതിയിലുള്ള അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധിക്കും. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു, ഉള്ളത് ശരിയാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഒക്കെ ശരിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ, അഫിലിയേഷൻ ഉള്ളത് തന്നെ ചൂസ് ചെയ്ത് അവിടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് കാണാം.